ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 18/2026 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. അപ്പൊ ഇത് 2026 ഫെബ്രുവരി നടന്നിട്ടുള്ള എക്സാം ആണ്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കി പോവാം കേട്ടോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏത്? വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതാണ്? നമുക്കറിയാം ഓപ്ഷൻ ബി ഫ്രഞ്ച് വിപ്ലവമാണ് അല്ലെ. ഫ്രഞ്ച് വിപ്ലവം ഏതാണ് വർഷം? 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ലോകത്തിന് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മഹത്തായ ആശയങ്ങൾ സംഭാവന ചെയ്തത് ഏത് വിപ്ലവമാണെന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ച് വിപ്ലവമാണ് കേട്ടോ. ഇതാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. 1857 കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ്. ഏതാണ്? 1, 3, 4, 4 കേട്ടോ. ഏതൊക്കെയാണ്? 1857 കലാപത്തിന് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ളയാണ്. അതുപോലെ കലാപത്തിൽ ഗ്രാമീണരെ സംഘടിപ്പിക്കുന്നതിൽ ഷാമൽ പ്രധാന പങ്കുവഹിച്ചു. ചോട്ടാ നാഗ്പൂരിലെ സിംഗ് ഭൂമിയിലെ ഗോത്രവർഗക്കാരുടെ കലാപത്തിന് ഗോനു നേതൃത്വം നൽകി. ഓക്കെ, അപ്പൊ ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഇത് പഠിക്കണം കേട്ടോ. രണ്ടാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റ്? കലാപ സമയത്ത് മുഗൾ ചക്രവർത്തി ഔറംഗസേബ് ആയിരുന്നു എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം കലാപ സമയത്ത് ആരായിരുന്നു മുഗൾ ചക്രവർത്തി? ബഹദൂർ ഷാ രണ്ടാമനാണ് അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ ആയിരുന്നു മുഗൾ ചക്രവർത്തി. ഓക്കെ, ബാക്കിയുള്ള പ്രസ്താവനകളൊക്കെ പഠിക്കണം. നെക്സ്റ്റ്, ഭൂമിയുടെ ഘടനയെ കുറിച്ച് ചുവടെ ചേർത്ത പ്രസ്താവനയിൽ ശരി ഏതാണ്? ഓക്കെ, ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 2 മാത്രം ശരി എന്നുള്ളതാണ്. ഏതാണ് 2? ഭൂമിയുടെ ഘടനയെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് ശാസ്ത്രജ്ഞർക്ക് ഏറെ സഹായകമായത് ദ്വിതീയ തരംഗങ്ങളാണ്. ഇമ്പോർട്ടന്റ് ആണ്. ദ്വിതീയ തരംഗങ്ങളാണ് ഭൂമിയുടെ ഘടനയെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് ശാസ്ത്രജ്ഞർക്ക് ഏറെ സഹായകമായത്. ഏതാണ്? ദ്വിതീയ തരംഗങ്ങളാണ്. നെക്സ്റ്റ്, നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളെ കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാ? ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ശരി. 1 മാത്രം ശരിയാണെന്നുള്ളതാണ്. ഇന്ത്യയുടെ ഉത്തരപർവ്വതം ഒരു നിമഞ്ജന മേഖലയാണ്. എന്താണ്? ഇന്ത്യയുടെ ഉത്തരപർവ്വതം ഒരു നിമഞ്ജന മേഖലയാണെന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് നിമഞ്ജന മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖല രൂപപ്പെട്ടത് നമുക്കറിയാം ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അല്ലെ. അതായത് ഹിമാലയം രൂപപ്പെട്ടത്. അപ്പൊ ഈ കൂട്ടിയിടിക്കലിന്റെ ഫലമായിട്ട് സാന്ദ്രത കൂടിയ ഇന്ത്യൻ ഫലകം യുറേഷ്യൻ ഫലകത്തിലേക്ക് അടിയിലേക്ക് അമർന്നു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അഥവാ നിമഞ്ജനം നടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനാലാണ് ഇതിനെ നിമഞ്ജന മേഖല എന്ന് പറയുന്നത് കേട്ടോ. എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു കൂട്ടിയിടിക്കൽ യുറേഷ്യൻ ഫലകവും ഇന്ത്യൻ ഫലകവും തമ്മിൽ കൂട്ടിയിടിച്ചതിന്റെ ഫലമായിട്ട് എന്താണ്? സാന്ദ്രത കൂടിയ ഇന്ത്യൻ ഫലകം യുറേഷ്യൻ ഫലകത്തിന് അടിയിലേക്ക് അമർന്നു പോവുകയാണ് ചെയ്തത്. അഥവാ നിമഞ്ജനം നടക്കുന്നു. ഓക്കെ, സബ്ഡക്ഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. ഓക്കെ, അപ്പൊ നിമഞ്ജന മേഖല എന്നതാണ് ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയെ അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഈ പ്രസ്താവനകൾ പരിഗണിക്കാനാണ്. ഇതില് ഏതൊക്കെയാണ് ശരിയല്ലാത്തത്, ശരിയായത് ഏതൊക്കെയാണെന്നുണ്ട്. ഇവിടെ ഓപ്ഷൻ സി ആണ്. അതായത് 1, 2, 4 ശരിയാണ്. പ്രസ്താവന 3 ശരിയല്ല. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നുള്ളത് ശരിയാണ്. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപകൽപ്പന മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയതാണെന്നുള്ളതും ശരിയാണ് കേട്ടോ. ഇനി പൊതുമേഖലാ വ്യവസായശാലകളുടെ വളർച്ചയ്ക്കാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് എന്നുള്ളതും ശരിയാണ്. തെറ്റായിട്ടുള്ളത് മൂന്നാമത്തതാണ്. 1962 ഇന്ത്യ ചൈന യുദ്ധം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പുരോഗതിയെ പ്രതികൂലമായി ബാധിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു പ്രസ്താവന തെറ്റാണ് അല്ലെ. എന്താണ് തെറ്റുള്ളത്? കാരണം നമുക്കറിയാം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1956 മുതൽ 1961 വരെയായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലം. എന്നാൽ ഇന്ത്യ ചൈന യുദ്ധം നടന്നത് 1962 അല്ലെ. 1962 ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം രണ്ടാം പദ്ധതിയെ ബാധിക്കുന്നില്ല കേട്ടോ. മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1991 നവസാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ കുറിച്ചുള്ള ശരിയുത്തരം ഏതാണെന്നാണ്.
ഓക്കെ, ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 1ഉം 2ഉം ശരിയാണെന്നാണ്. ഓക്കെ, എന്താണ് പ്രസ്താവന? 1991 ഇന്ത്യ ഗുരുതരമായ വിദേശ നാണയ പ്രതിസന്ധി നേരിട്ടിരുന്നു. 91 കേട്ടോ. പ്രസ്താവന 2 എന്താ? ഈ കാലയളവിൽ രാജ്യത്തിന്റെ ഇറക്കുമതി ചെലവ് കയറ്റുമതി വരുമാനത്തെക്കാൾ കൂടുതലായിരുന്നു. ഈ 2 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. നെക്സ്റ്റ്, 7ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഓക്കെ, ഏതാണ്? ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? പൗരന്മാർക്കുള്ള 10 അടിസ്ഥാന കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ലോകസഭയുടെ കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമായി ഉയർത്തി. ഇന്ത്യയെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിൽ നിന്ന് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. ഓക്കെ, ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. എന്താണ് പ്രസ്താവന സി പറയുന്നത്? സ്വത്താവകാശം മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എടുത്തു മാറ്റി എന്ന് പറയുന്നുണ്ട്. ആ പ്രസ്താവന തെറ്റാണ് കേട്ടോ. അതായത് സ്വത്താവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് നമുക്കറിയാം 44ാം ഭേദഗതിയിലാണ്, 44ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. എന്നാ നടക്കുന്നത്? 1978 44ാം ഭരണഘടനാ ഭേദഗതി നടക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഏതിലാണ് സ്വത്താവകാശം ഉള്ളത്? നമുക്കറിയാം 300A കേട്ടോ. 300A. അതായത് നിലവിലെ ആർട്ടിക്കിൾ 300A പ്രകാരം ഒരു നിയമപരമായ അവകാശം മാത്രമാണ് സ്വത്തവകാശം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21മായി ബന്ധപ്പെട്ടത് ഏതെന്നാണ് കേട്ടോ. ഇവിടെ ഓപ്ഷൻ ബി ആണ് ബന്ധപ്പെട്ടത്. എന്താണ്? അന്തസ്സോടെയുള്ള ജീവിതത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21. ഓക്കെ, നെക്സ്റ്റ്, 1957 കേരളത്തിൽ അധികാരമേറ്റ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് കേട്ടോ. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓക്കെ, ഇവിടെ ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം ശരിയാണെന്നുള്ളതാണ്. ഏതൊക്കെയാണ്? EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. അതുപോലെ വിദ്യാഭ്യാസ കാർഷിക മേഖലകളിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ തീരുമാനമെടുത്തു എന്നാണ്. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. 2ാമത്തെ പ്രസ്താവനയിൽ എന്താ തെറ്റ്? 5 വർഷ കാലാവധി പൂർത്തിയാക്കി എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ് അല്ലെ. നമുക്കറിയാം എന്താണ്, ഈ മന്ത്രിസഭയ്ക്ക് 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല അല്ലെ. ചരിത്ര പ്രസിദ്ധമായ വിമോചന സമരത്തെ തുടർന്ന് 1959 ജൂലൈ 31 കേന്ദ്ര സർക്കാർ ഭരണഘടനയുടെ 356ാം വകുപ്പ് പ്രകാരം എന്താണ്, മന്ത്രിസഭയെ പിരിച്ചുവിടാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഏകദേശം 28 മാസം മാത്രമാണ് ഈ ഒരു സർക്കാർ അധികാരത്തിൽ ഇരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വകുപ്പൊക്കെ ചോദിക്കാറുള്ളത് കൊണ്ടാണ് കേട്ടോ വ്യക്തമായിട്ട് പറഞ്ഞത്. ചിലപ്പോ എന്താണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാം. നെക്സ്റ്റ്, 5 വർഷ കാലാവധി പൂർത്തിയാക്കിയ കേരള നിയമസഭകൾ ഏവാന്നാണ് കേട്ടോ. 5 വർഷ കാലാവധി പൂർത്തിയാക്കിയ കേരള നിയമസഭകൾ ഏതെന്നാണ്. ഓപ്ഷൻ സി ആണ്, അതായത് 2ഉം 3ഉം ശരിയാണെന്നാണ്. ഏതൊക്കെയാണ്? 7ാം കേരള നിയമസഭയും 9ാം കേരള നിയമസഭയാണ് കേട്ടോ. 7ാം കേരള നിയമസഭയും 9ാം കേരള നിയമസഭയാണ് ഇതിൽ കേട്ടോ. ഇവിടെ കൊടുത്തതിലാണ്. ഇവിടെ 5ാം കേരള നിയമസഭ എന്താണ് 5 വർഷം പൂർത്തിയാക്കിയിട്ടില്ല. ഓക്കെ, ഇത് 1977 മുതൽ 1980 വരെയാണ് കേട്ടോ. സോറി, ഒരു മിനിറ്റ്. 1977 മുതൽ 1980 വരെയാണ് ഈ ഒരു 5ാം കേരള നിയമസഭയുടെ കാലാവധി ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ 5ാം കേരള നിയമസഭ 5 വർഷം പൂർത്തിയാക്കിയിട്ടില്ല എന്ന് പഠിക്കട്ടോ. ഇനി ഇവിടെ 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മനുഷ്യന്റെ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു പ്രധാന ധാതുവും അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നവും ചുവടെ കൊടുത്തിരിക്കുന്നു. ഇതിൽ നിന്നും ശരിയായ ജോഡി ഏതെന്ന് കണ്ടെത്തുക എന്നാണ് കേട്ടോ. നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഒരു പ്രധാന ധാതുവും അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇവിടെ ഓപ്ഷൻ ബി പൊട്ടാസ്യം പേശി വലിവ് എന്ന് കൊടുത്തതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ബാക്കി ഏതൊക്കെയാ തെറ്റ്? അയഡിൻ അനീമിയ എന്ന് കൊടുത്തിട്ടുണ്ട്. അയഡിന്റെ കുറവ് മൂലം നമുക്കറിയാം ഗോയിറ്റർ ആണ് ഉണ്ടാവുന്നത് അല്ലെ. ഗോയിറ്റർ ആണ് അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത്, ഗോയിറ്റർ ആണ്. അനീമിയക്ക് കാരണം എന്താണ്? ഇരുമ്പ് അല്ലെങ്കിൽ അയേൺ ആണ് കേട്ടോ. അയേണിന്റെ കുറവ് മൂലമാണ് എന്ത് അനീമിയ ഉണ്ടാവുന്നത്. ഇനി ഇവിടെ ഇരുമ്പ് രാത്രിയിലെ കാഴ്ചക്കുറവ് എന്ന് കൊടുത്തിട്ടുണ്ട്. തെറ്റാണ്. രാത്രിയിലെ കാഴ്ചക്കുറവിന് കാരണം വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് രാത്രിയിലെ കാഴ്ചക്കുറവ് ഉണ്ടാകുന്നത്. നിശാന്തത.
നെക്സ്റ്റ് സോഡിയം ക്ഷയം എന്ന് കൊടുത്തിട്ടുണ്ട്. സോഡിയത്തിന്റെ കുറവ് നാഡീവ്യൂഹത്തെ ബാധിക്കുമെങ്കിലും അസ്ഥിക്ഷയം ഉണ്ടാകുന്നത് പ്രധാനമായും കാൽസ്യത്തിന്റെ കുറവ് മൂലമാണ് കേട്ടോ. എന്താണ് അസ്ഥിക്ഷയം ഉണ്ടാകുന്നത്? കാൽസ്യത്തിന്റെ കുറവ് മൂലമാണ്. ഓക്കെ, കാൽസ്യത്തിന്റെ കുറവ് മൂലമാണ് എന്ത് അസ്ഥിക്ഷയം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇത് നോക്കട്ടോ. നെക്സ്റ്റ് അപര്യാപ്തത രോഗങ്ങൾ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ, ആഗോള താപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് നിയന്ത്രിക്കുന്നതിനുള്ള ഒരു പ്രധാന നടപടി എന്ന നിലയിൽ കേരളം ലക്ഷ്യമിടുന്ന പ്രധാന പരിസ്ഥിതി നേട്ടം താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് കേട്ടോ. അപ്പൊ കേരളം ലക്ഷ്യമിടുന്ന പ്രധാന പരിസ്ഥിതി നേട്ടം ഇവയിൽ ഏതാണെന്നാണ്. ഇവിടെ ഓപ്ഷൻ എ ആണ്. അതായത് എന്താണ്? സംസ്ഥാനത്തെ കാർബൺ ന്യൂട്രൽ ആക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ, 2025 ഫിസിക്സ് നോബൽ സമ്മാനം ലഭിച്ചത് എന്തിനു വേണ്ടി എന്നാണ് കേട്ടോ. ഓക്കെ, 2025 ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിനായിരുന്നു? ഓപ്ഷൻ ബി ആണ്. എന്താണ്? മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് സാധ്യമാണ് എന്ന് കണ്ടെത്തിയതിനാണ് കേട്ടോ. മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് സാധ്യമാണ് എന്ന് കണ്ടെത്തിയതിനാണ് 2025 ഫിസിക്സ് നോബൽ സമ്മാനം ലഭിച്ചത്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ആർക്കൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നോബൽ സമ്മാനം 2025, 24, 23 പഠിക്കണം കേട്ടോ. നെക്സ്റ്റ്, ഒരു കോൺകേവ് മിററിന്റെ 18 സെന്റിമീറ്റർ മുന്നിലായി ഒരു വസ്തു വെച്ചിരിക്കുന്നു. ഈ മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ 12 സെന്റിമീറ്റർ ആണെങ്കിൽ പ്രതിബിംബത്തിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നാണ് കേട്ടോ. ഇവിടെ ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉം ശരിയാണെന്നാണ് കേട്ടോ. ഏതൊക്കെയാണ്? ചെറുത്, യഥാർത്ഥമായത്, തലതിരിഞ്ഞത്. മിററിൽ നിന്നും 9 സെന്റിമീറ്റർ ദൂരത്തിൽ വസ്തുവിന്റെ അതേ വശത്ത് എന്താണ് പ്രതിബിംബം ഉണ്ടാകുന്നു എന്നാണ്. ഇനി ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ്? ഒരു കോൺകേവ് മിററിന്റെ 18 സെന്റിമീറ്റർ മുന്നിലായി എന്നാണ് തന്നിട്ടുള്ളത് അല്ലെ, ആണ് ഒരു വസ്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ വസ്തുവിലേക്കുള്ള ദൂരം നമ്മൾ യു ആയിട്ടാണ് എടുക്കുക. യു ഈക്വൽ എത്രയാണ്? 18 സെന്റിമീറ്റർ എന്നാണ്. ഇവിടെ മുന്നിലായി എന്നാണ് പറഞ്ഞത് കൊണ്ട് നമ്മൾ ചിഹ്നം നെഗറ്റീവ് ആയിട്ടാണ് എടുക്കട്ടോ. ഇനി വക്രത ആര് നമുക്കറിയാം, റേഡിയസിലെ ആർ ഈക്വൽ എന്താണ്? 12 സെന്റിമീറ്റർ ആണ്. അത് നമ്മൾ മുൻപിലായതുകൊണ്ട് -12 എന്നാണ് എടുക്കുക. ഓക്കെ, കോൺകേവ് മിറർ ഫോക്കസ് നമുക്കറിയാം R/2 ആയിരിക്കും അല്ലെ. റേഡിയസിന്റെ പകുതി ആയിരിക്കും എന്തുണ്ടാവുക? ഫോക്കസ് ഉണ്ടാവുക. ഈക്വൽ ടു -6 എന്ന് വരും. ഓക്കെ, ഓക്കെ, അത് സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ പ്രതിബിംബത്തിന്റെ ദൂരം കാണാൻ മിറർ സമവാക്യം എന്താണ്? പ്രതിബിംബത്തിലേക്കുള്ള ദൂരം കാണാനുള്ള മിറർ സമവാക്യം 1/f = 1/v + 1/u എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ യു തന്നിട്ടുണ്ട്, ഇവിടെ വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ പ്ലസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ? അപ്പൊ ഈ 1/v ഇങ്ങോട്ട് മാറ്റണം അല്ലെ. അപ്പൊ എങ്ങനെ വരും ഇക്വേഷൻ? 1/v = 1/f + 1/u എന്ന് വരും. ഇനി ഓരോന്നിനെയും വിലകൾ കൊടുക്കുകയാണെങ്കിൽ 1/-6 + 1/-18 വരും. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര? 1/v = 1/-9 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ v = 1/1 അല്ല -9 എന്ന് മാത്രം വരും കേട്ടോ. അപ്പൊ -9 സെന്റിമീറ്റർ ആണ് എന്ത്? പിന്നെന്താ? പ്രതിബിംബം രൂപപ്പെടുന്നത് മിററിന് മുന്നിൽ വസ്തു ഇരിക്കുന്ന അതേ വശത്താണെന്ന് നമുക്ക് മനസ്സിലാവട്ടോ. മൈനസ് ആയതുകൊണ്ട് തന്നെ മുന്നിൽ തന്നെയാണ് ഇത് രൂപം കൊള്ളുന്നത് മനസ്സിലാവും. അപ്പൊ എന്താ മിററിൽ നിന്ന് 9 സെന്റിമീറ്റർ ദൂരത്ത് വസ്തുവിന്റെ അതേ വശത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് ശരിയാണ്. അതുപോലെ ചെറുത്, യഥാർത്ഥമായത്, തലയിണയല്ലേ. ഓക്കെ, നെക്സ്റ്റ്, അക്വാറീജിയെ തയ്യാറാക്കുന്നതിൽ ഉപയോഗിക്കുന്ന ഹാലജൻ ആസിഡ് ഏതാണ്? അക്വാറീജിയ ഉണ്ടാക്കുന്നതിൽ ഉപയോഗിക്കുന്ന ഹാലജൻ ആസിഡ് ഏതാണെന്നാണ് കേട്ടോ. ഇവിടെ ഓപ്ഷൻ സി HCl ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. എന്താണ് അക്വാറീജിയ എന്ന് പറഞ്ഞാൽ? എന്താണ്? സ്വർണം, പ്ലാറ്റിനം തുടങ്ങിയ നോബിൾ ലോഹങ്ങളെ പോലും ലവണമാക്കി ലയിപ്പിക്കാൻ ശേഷിയുള്ള അതീവ വീര്യമുള്ളൊരു ദ്രാവക മിശ്രിതമാണ് അക്വാറീജിയ കേട്ടോ. അപ്പൊ എന്താണ്? സ്വർണത്തെയും പ്ലാറ്റിനത്തെയും ഒക്കെ എന്താണ് ലവണമാക്കി ലയിപ്പിക്കാൻ ശേഷിയുള്ള അതീവ വീര്യമുള്ളൊരു ദ്രാവക മിശ്രിതമാണ് അക്വാറീജിയ. ഓക്കെ, രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത് എന്താന്ന് ചോദിക്കാറുണ്ട്. അത് അക്വാറീജിയ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അക്വാറീജിയ നിർമ്മിക്കുന്നത് 2 ആസിഡുകൾ ഉപയോഗിച്ചാണ്. ശക്തമായിട്ടുള്ള ആസിഡുകൾ ഉപയോഗിച്ചാണ്. HCl അതുപോലെ HNO3. ഇതുകൊണ്ട് HNO3 ഉണ്ട് കേട്ടോ. ഓക്കെ, നൈട്രിക് ആസിഡ്. HCl HNO3 ഉപയോഗിച്ചാണ് അക്വാറീജിയ നിർമ്മിക്കുന്നത്. നെക്സ്റ്റ്, ഭാവിയുടെ ലോഹമായ ടൈറ്റാനിയത്തിന്റെ ആറ്റോമിക നമ്പർ എത്ര എന്നാണ് കേട്ടോ.
ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്ന ടൈറ്റാനിയത്തിന്റെ ആറ്റോമിക നമ്പർ എത്രയാണ്? 22 നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കേരളീയ നാടോടി ദൃശ്യകലകൾ മാത്രം ഉൾപ്പെടുന്ന ഗണങ്ങൾ കണ്ടെത്താനാണ്. കേരളീയ നാടോടി ദൃശ്യകലകൾ മാത്രം ഉൾപ്പെടുന്ന ഗണങ്ങൾ കണ്ടെത്താനാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് 1ഉം 4ഉം ശരി. എന്തൊക്കെയാ? മുടിയേറ്റ്, പടയണി, തെയ്യം, കാക്കരശ്ശി നാടകം, അതുപോലെ എന്താണ്? തെയ്യം, മുടിയേറ്റ്, ഒപ്പന, കണ്യാർകളി. നെക്സ്റ്റ്, താഴെ കൊടുത്ത കവിത, കഥ, നോവൽ, നാടകം എന്നീ സാഹിത്യ വിഭാഗങ്ങളിലെ കൃതികളിൽ നിന്നും ശരിയായ ഗണങ്ങൾ കണ്ടെത്തുക എന്നാണ്. കവിത, കഥ, നോവൽ, നാടകം എന്നീ സാഹിത്യ വിഭാഗങ്ങളിലെ കൃതികളിൽ നിന്നും ശരിയായ ഗണങ്ങൾ കണ്ടെത്തുക. ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലെ, അതായത് 3ഉം 4ഉം ശരിയാണ്. ഏതൊക്കെയാണ്? മഞ്ഞ്, മരണ സർട്ടിഫിക്കറ്റ്, ഖസാക്കിന്റെ ഇതിഹാസം, ഇനി ഞാൻ ഉറങ്ങട്ടെ, അതുപോലെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, പാട്ടബാക്കി, അശ്വമേധം, സാകേതം. അപ്പൊ മഞ്ഞ് നമുക്കറിയാം. മഞ്ഞ് ആരുടേതാണ്? MD വാസുദേവൻ നായരുടേതാണ്, നോവലാണ് നമുക്കറിയാം. പിന്നെ മരണ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ എഴുതിയിട്ടുള്ളത് ആരാണ്? ആനന്ദാണ് അല്ലെ. പിന്നെ ഖസാക്കിന്റെ ഇതിഹാസവും നോവലാണ്, അത് എഴുതിയിട്ടുള്ളത് OV വിജയനാണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ള പിന്നെ എന്താണ് നോവൽ എഴുതിയിട്ടുള്ളത് ആരാണ്? PK ബാലകൃഷ്ണൻ ആണ് കേട്ടോ, PK ബാലകൃഷ്ണൻ. നെക്സ്റ്റ്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം രചിച്ചിട്ടുള്ളത് ആരാണ്? നമുക്കറിയാം VT ഭട്ടതിരിപ്പാടാണ്. പിന്നെ പാട്ടബാക്കി രചയിതാവ് വരക്കേ ദാമോദരൻ ആണ് കേട്ടോ, അതും ഒരു നാടകമാണ്. നെക്സ്റ്റ്, അശ്വമേധത്തിന്റെ രചയിതാവ് തോപ്പിൽ ബാസി എഴുതിയിട്ടുള്ള ഒരു നാടകമാണ് അശ്വമേധം. അതുപോലെ സാകേതം ഒരു നാടകമാണ് കേട്ടോ. ആരാണ് എഴുതിയിട്ടുള്ളത്? CN ശ്രീകണ്ഠൻ നായർ എഴുതിയിട്ടുള്ളതാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തതെന്നാണ് കേട്ടോ. ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണെന്നാണ്. ഓപ്ഷൻ സി ആണ് മോണിറ്റർ. ഓക്കെ, അതായത് ബാക്കി കീബോർഡ്, മൗസ്, സ്കാനർ ഒക്കെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ പെടുന്നതാണ്. മോണിറ്റർ എന്താണ്? ഔട്ട്പുട്ട് ഉപകരണമാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ പ്രധാനമായിട്ടും? അപ്പൊ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഏതൊക്കെയാണ്? മോണിറ്റർ ഉണ്ട് അല്ലെ, മോണിറ്റർ, അതുപോലെ പിന്നെ പ്രിന്റർ, പിന്നെ പ്ലോട്ടർ, ഓക്കെ, പിന്നെ സ്പീക്കർ കേട്ടോ, സ്പീക്കർ. ഓക്കെ, ഇത് ഹെഡ്ഫോൺസ് ഇല്ല, ഹെഡ്ഫോൺസ് ഉണ്ടാവും. പിന്നെ പ്രൊജക്ടറും ഇതിൽ പെടുന്നതാണ് കേട്ടോ, പ്രൊജക്ടർ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? മോണിറ്റർ, പ്രിന്റർ, പ്ലോട്ടർ, സ്പീക്കർ, പ്രൊജക്ടർ, അതുപോലെ ഹെഡ്ഫോൺ അല്ലെങ്കിൽ എയർഫോൺസ് ഒക്കെ എന്താ ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ഏതാണ് സെർച്ച് എഞ്ചിൻ? ഇതിൽ ഏതാണ് സെർച്ച് എഞ്ചിൻ എന്നാണ് കേട്ടോ. ഏതാണ് ഇതില് സെർച്ച് എഞ്ചിൻ? ഓപ്ഷൻ ബി ആണ് ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിൻ ആണ്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള സഫാരി എന്താണ്? നമുക്കറിയാം, ഒരു വെബ് ബ്രൗസർ ആണ് അല്ലെ. ആപ്പിൾ കമ്പനിയുടെ ഒരു വെബ് ബ്രൗസർ ആണ് സഫാരി. പിന്നെ വിൻഡോസ് നമുക്കറിയാം, ഇത് മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കേട്ടോ. വിൻഡോസ് ഒരു OS ആണ് നമുക്കറിയാം, മൈക്രോസോഫ്റ്റിൻ്റെതാണ്. പിന്നെ അതുപോലെ മൈക്രോസോഫ്റ്റ് എഡ്ജും നമുക്കറിയാം, മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ ഒരു വെബ് ബ്രൗസർ ആണ് കേട്ടോ. വെബ് ബ്രൗസർ ആണ് എന്ത്? മൈക്രോസോഫ്റ്റ് എഡ്ജ്. ഓക്കെ, അപ്പൊ സഫാരി ഒരു വെബ് ബ്രൗസർ ആണ്, ആപ്പിൾ കമ്പനിയുടേതാണ്. നമ്മൾ പറഞ്ഞു വിൻഡോസ് നമുക്കറിയാം എന്താണ്? ഒരു OS ആണ്. അതുപോലെ മൈക്രോസോഫ്റ്റ് എഡ്ജും ഒരു വെബ് ബ്രൗസർ ആണ് മൈക്രോസോഫ്റ്റിന്റെ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കിയ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ ജനറൽ ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇനി അങ്ങോട്ട് ഈ ഒരു സിലബസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ബൈൻഡർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സിലബസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി അങ്ങോട്ടുള്ളത്. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഒരു 20 ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിക്കാം. Okay, friends. Thank you.